ഡൽഹി സ്വദേശിയായ അജയ് ലംബ എന്ന സീരിയൽ കില്ലറെ കുറിച്ച് കേട്ടാൽ രാജ്യതലസ്ഥാനം വിറച്ചിരുന്ന ഒരു കാലമുണ്ട്. 2001 തുടക്കത്തിൽ ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 4 പേരെ കൊന്നൊടുക്കിയ കൊടും കുറ്റവാളി. ടാക്സി ഡ്രൈവർമാരായിരുന്നു ഇയാളുടെ ഇരകൾ. കേസിലെ കൂട്ടാളികളെ പിടികൂടിയപ്പോഴാണ് 24 വർഷത്തോളമായി പോലീസ് തിരയുന്ന ലംബയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ടാക്സി ഓട്ടം വിളിക്കുകയും വഴിമധ്യേ ഡ്രൈവറെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച ശേഷം വാഹനങ്ങൾ മറിച്ചു വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി. ഇയാൾ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാലത്ത് ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലായാണ് അജയ് ലംബ 4 കൊലപാതകങ്ങൾ നടത്തിയത്. ഇതിൽ ഒരാളുടെ മൃതദേഹം മാത്രമേ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അജയ് ലംബയും കൂട്ടാളികളും ഉത്തരാഖണ്ഡിലേക്കെന്ന് പറഞ്ഞാണ് ടാക്സി വിളിച്ചിരുന്നത്. യാത്രാമധ്യേ ഡ്രൈവറെ മയക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. തെളിവ് ലഭിക്കാതിരിക്കാൻ മൃതദേഹം കുന്നിൻ മുകളിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച ശേഷം വാഹനം നേപ്പാളിലേക്ക് കടത്തി മറിച്ചു വിൽക്കുകയാണ് ചെയ്തിരുന്നത്. ലംബയുടെ കൂട്ടാളികളിൽ 2 പേരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹി സ്വദേശിയായ ലംബ 6ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചതിന് ശേഷം ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ഇവിടെ വച്ചാണ് ഇയാൾ ധീരേന്ദ്ര, ദിലീപ് നേഗി എന്നിവരുമായി സൗഹൃദത്തിലാകുന്നത്. ഇവരുടെ സഹായത്തോടെയാണ് ലംബ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ 48 വയസ്സാണ് ഇയാൾക്ക്. 2008 മുതൽ 2018 വരെ ഇയാൾ നേപ്പാളിലായിരുന്നു. ഒഡീഷയിൽ നിന്ന് ഡൽഹിയിൽ കഞ്ചാവ് എത്തിക്കൽ, അനധികൃതമായി ആയുധം സൂക്ഷിക്കൽ, ഒഡീഷയിലെ ജ്വല്ലറി മോഷണം എന്നീ കേസുകളിലെല്ലാം ലംബ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഇയാൾ കൊലക്കേസ് പ്രതിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നില്ല. സംഘം കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിരിക്കാൻ സാധ്യതയുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ മാത്രമേ അത് വ്യക്തമാകൂ എന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. News 18, Delhi.